ഇപ്പോൾ പോക്കറ്റ് സ്പ്രിംഗ് ഇതാ ഇപ്പോൾ നിങ്ങൾ കിടക്കുന്ന ഏരിയയിലല്ലാതെ വേറൊരു ഭാഗത്തും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇല്ല. അതിൻ്റെ സീറോ പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ്. അതായത് ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അറിയും. ഇന്നത്തോടെ നിങ്ങളെ വീട്ടിൽ വാങ്ങുന്ന ബെഡ് ഏതാണ് തീരുമാനിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. 2,000 മുതൽ 2,00,000 വരെ എൻ്റെ ബെഡ് വരെ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 ഫാബ്രിക്സ് കളേഴ്സ് ഒക്കെ വെറൈറ്റീസും എല്ലാം നമ്മൾ വരുന്നുണ്ട്. ഇതിങ്ങനെ ഡിസൈൻ സെറ്റ് ചെയ്താൽ ആ ഡിസൈനിൽ വരും. അതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ബെഡിന്റെ മേലെ ഒരു ശീലങ്ങ് വിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്കി ഇത്രയും പ്രവർത്തനങ്ങളുണ്ടെന്ന് മനസ്സിലായില്ല. ഇതാണ് കൊയർ, റബ്ബറൈസ്ഡ് കൊയർ. ഇതിന്റെ സാധാരണ കൊയർ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടൂല. റബ്ബറിന്റെ പാൽ, ഒട്ടുപാലുണ്ടല്ലോ, ഒട്ടുപാൽ ഉപയോഗിച്ചിട്ട് ചില പ്രോസസ്സുകളൊക്കെ വെച്ച് ചെയ്യുന്നതാണ് ലാറ്റക്സ്. നമ്മളിപ്പോ കണ്ട ബെഡുകളൊക്കെ ഫൈനൽ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. ഇത് നമുക്കൊരു 12,000 അല്ലെങ്കിൽ ആ റേഞ്ച് മുതലൊക്കെ സ്റ്റാർട്ടിങ്. ഞാൻ പ്രത്യേകം പറയാണ്, ഇവിടെ വന്ന് ചോദിച്ച് വാങ്ങണം, പ്രൈസ് കുറക്കണമെങ്കിൽ. നമ്മളെ കസ്റ്റമേഴ്സിനെ അവരെ ഹാപ്പി ആക്കാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. ബെഡിന്റെ എക്സ്പീരിയൻസ് സെന്റർ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുന്ന് നോക്കുക, കടന്നു നോക്കുക, അതിനാണ് എല്ലാ സെറ്റും ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വീടുകളിൽ മാട്രസുകൾ ഉപയോഗിക്കാത്ത ആളുകളില്ല. എല്ലാ വീട്ടിലും ഉണ്ടാവും ബെഡുകൾ, അതായത് മാട്രസുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അനുയോജ്യമായ മാട്രസുകൾ ആയിരിക്കില്ല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. വീടുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ മാട്രസാണ് ഉപയോഗിക്കുക. ഇത് പലപ്പോഴും ബാക്ക് പെയിനോ അല്ലെങ്കിൽ നമുക്ക് ശാരീരിക അസ്വസ്ഥങ്ങൾക്കൊക്കെ കാരണമാവാറുണ്ട്. ബെഡുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡലുകളുണ്ട്. ഒരുപാട് മോഡലുകളിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യണം നമ്മളെ വീട്ടിലേക്ക്, അത് വില മാത്രം നോക്കിയിട്ട് മതിയോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ വീട്ടിലേക്ക് ബെഡ് സെലക്ട് ചെയ്ത സിസ് മാട്രസിൻ്റെ ഔട്ട്ലെറ്റിലാണ് നമ്മളുള്ളത്. ഇത് ഫാക്ടറിയാണ് കേട്ടോ. ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. പലപ്പോഴും ബെഡിൻ്റെ പ്രൈസ് കൂടുതലാണ് നമുക്ക് തോന്നും, എന്നാൽ ഇവിടെ ഒരുപാട് ബെഡുകളുണ്ട്. നമുക്ക് ഫാക്ടറി വിലയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സിസ് മാട്രസ്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലും ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ബെഡുകൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ആദ്യം അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയണം, അതിനകത്ത് എന്താണെന്ന് അറിയണം. അത് അവിടെ നമ്മുടെ ഫാക്ടറിയിലാണ്. റഫാദ് ഭായി ആണ് ഉള്ളത്, ഇതിൻ്റെ ഒരു മാനേജിങ് പാർട്ണറാണ്. അടിപൊളിയായിട്ടുണ്ടല്ലോ ഇവിടുത്തെ ബെഡുകളുടെ പ്രൊഡക്ഷന്. കാരണം നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ഷോപ്പിൽ കയറിയ പ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല. ഇവിടെ വന്നാൽ ഷോപ്പ് ഡിസ്പ്ലേന്റെ കൂടെ തന്നെ പ്രൊഡക്ഷനും കാണാം. അതെ, നമ്മൾ മെയിനായിട്ട് പ്രൊഡക്ഷൻ എല്ലാവരും കാണണം എന്നുള്ളൊരു ഒപ്പീനിയനാണ്. നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർക്ക് നമ്മളെ കയ്യിലുള്ള സാധനം അടിച്ചേൽപ്പിക്കാതെ വരുന്ന കണ്ട് എന്താണ് അവർ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ ഉണ്ടോ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. ഏത് കസ്റ്റമർ വന്നാലും നമ്മൾ പ്രൊഡക്ഷൻ കാണിച്ചു കൊടുക്കാൻ എപ്പോഴും റെഡിയാണ്. അവരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റോ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാൻ നമ്മളിപ്പോൾ റെഡിയാണ്. എപ്പോഴാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കാണാൻ പറ്റുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ എൻട്രിയിൽ തന്നെ കുറെ ഫോമുകൾ. ഇതാണ് ഒരു ബെഡിനകത്ത് വരുന്നത്. ഇത് ഒരു ടൈപ്പ് ഓഫ് ബെഡിന്റെ വരുന്നതാണ്. ഇത് മെഡിക്കേറ്റഡ് ആണ്. മെഡിക്കേറ്റഡ് ബെഡിന് വരുന്ന ഒരു മെറ്റീരിയൽ. അതായത് കൊയറാണ്, റീബോണ്ടഡ് ഫോം. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ മെഡിക്കേറ്റഡ് ബെഡുകൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു ടൈപ്പ് ഓഫ് ബെഡിന്റെ ഒരു ബേസിക് സാധനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈപ്പ് ബെഡുകൾ നമ്മൾ ടൈപ്പ് ഓഫ് ബെഡ് ശരിക്കും പറഞ്ഞാൽ അൺകൗണ്ടബിൾ. നമ്മൾ എങ്ങനെ ഒരു കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റാനും എങ്ങനെ വേണമെങ്കിലും റെഡിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ മിനിമം ഒരു 100 മോഡലിന് മേലെ, 100 ടൈപ്പ് ഓഫ് ബെഡിന് മേലെ നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് പലർക്കും ഓരോ കസ്റ്റമൈസ്ഡ് ഓരോ ആവശ്യങ്ങൾ, വേറെ ആവശ്യങ്ങളാണ്. കൊയർ മാത്രമായിട്ടും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ റീബോണ്ടഡ് ഫോം എന്ന് വരുമ്പോൾ കുറച്ചും കൂടി ഹാർഡാണ്. കൊയർ മാത്രമാകുമ്പോൾ കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആണ്. മെഡിക്കേറ്റഡിലാണെന്നുണ്ടെങ്കിൽ കൊയർ എന്തായാലും വരണം. അല്ലാന്നുണ്ടെങ്കിൽ അത് മെഡിക്കേറ്റഡിൽ അത് കംപ്ലീറ്റഡ് ആവില്ല. മെഡിക്കേറ്റഡ് കൊയറും അതുപോലെ റീബോണ്ടഡും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കേറ്റഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഫോം ബെഡാണ്. ഇത് ഒരു നമ്മൾ എന്താ പറയുക, ഒരു ബേസിക് ഒരു സ്റ്റാർട്ടിങ് മോഡൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഹൈ എൻഡ് മോഡലുകൾ മാത്രമല്ല കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുക. എല്ലാ തരം ആൾക്കാരും ഉണ്ടാവും. ഏറ്റവും വില കുറഞ്ഞ മുതൽ നല്ല ഹൈ എൻഡ് മുതൽ വരെ നമ്മളിപ്പോൾ 2,000 മുതൽ 2,00,000 വരെ എൻ്റെ ബെഡ് വരെ ചെയ്യാൻ പറ്റും. ബെഡിന്റെ കാര്യത്തിലാണ് കേട്ടോ റേഞ്ച് വരുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ് നടക്കുന്നത്? ഇവിടെയാണ് നമ്മളെ പേസ്റ്റിംഗ് സെക്ഷൻ. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ബെയറോ ഇനിയിപ്പോൾ സ്പ്രിംഗ് ആയിക്കോട്ടെ ബെയർ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു ബേസ് വെച്ചിട്ട് പേസ്റ്റിംഗ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണാം, ഇതിപ്പോൾ ഒരു പോക്കറ്റഡ് സ്പ്രിംഗ് ബെഡാണ്.
ഓക്കെ, നമ്മുടെ ഫാക്ടറിയിലാട്ടുള്ളത്, അത് മറക്കണ്ട. ഓക്കെ, ഇതിപ്പോൾ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. പോക്കറ്റഡ് സ്പ്രിംഗ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പ്രിംഗ് മാട്രസിന് ആൾക്കാർക്ക് ഒരു മിത്ത് എല്ലാവരും മനസ്സിലും ഉണ്ട്. എന്താ പറയുക, സ്പ്രിങ്ങിൽ കടന്നാൽ ബാക്ക് പെയിൻ വരും, അങ്ങനത്തെ കുറച്ചൊരു തോട്ട്സ് എല്ലാവരും മനസ്സിലാവും. അങ്ങനത്തെ ഒരു സംഗതി വരാത്ത ഒരു ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ആണ് പോക്കറ്റഡ് സ്പ്രിംഗ്. പോക്കറ്റഡ് സ്പ്രിംഗ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെയാണോ പ്രഷർ വരുന്നത് അവിടെ മാത്രം സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു ബേസിക് സ്ട്രക്ചർ എടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്താണോ പേസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ ഇപ്പോൾ നമ്മൾ ലാറ്റക്സ് ആണ് വരുന്നത്. പോക്കറ്റ് സ്പ്രിംഗ് വിത്ത് ലാറ്റക്സ് ആണ് ഇപ്പോൾ ഈ മാട്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്തിട്ട് ഫോം വെക്കും, അതിൻ്റെ മേലെ നമുക്ക് ലാറ്റക്സ് വെക്കും. അതിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് സെക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരുപാട് സ്പ്രിംഗ് വരണല്ലോ ഇതിലല്ലേ? ഓ വരും. ഇതിൽ നമുക്ക് ഓരോ ഇത് 7 സോൺ ആണ് ഇതിന് പറയാം. 7 സോൺ പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇത് പറയാം. ഓക്കെ, സാധാരണ സ്പ്രിംഗ് ബെഡ് പറയുമ്പോൾ അധികം സ്പ്രിംഗ് ഇല്ലാന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി. സ്പ്രിംഗ് ഏറ്റവും അടുത്തടുത്ത് വരുന്ന അത്രയും നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. വിലക്കും മാറ്റം അതിന്റെ ക്വാളിറ്റി ലാസ്റ്റ് ചെയ്യും. എത്രയും സ്പ്രിംഗ് കൂടുന്നോ അത്രയും കോസ്റ്റ് കൂടും, പക്ഷെ ഏറ്റവും ക്വാളിറ്റി ആയിരിക്കും അതന്നെ വരിക. ഇതെന്താണ് ഇവിടെ കുറെ സ്പ്രിംഗ് പോലെ? ഇത് ബോണൽ സ്പ്രിംഗ്. ഇപ്പോൾ പോക്കറ്റ് സ്പ്രിംഗിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ബോണൽ സ്പ്രിംഗ് വരും, പോക്കറ്റ് സ്പ്രിംഗ് വരും. ഇതാകുമ്പോൾ പോക്കറ്റ് ഇതിന്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓരോരോ സ്പ്രിംഗും സെപ്പറേറ്റ് പാക്കറ്റാണ്, ഓരോരോ പാക്കറ്റ് സെപ്പറേറ്റ് പോക്കറ്റ്. ഇത് എല്ലാ സ്പ്രിംഗും കൂടി ഈ ഒരു ഹെലിക്കൽ വയർ ഉപയോഗിച്ചിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. ഇത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഹാർഡ് ഫെൽറ്റ് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇത്. ഇതാവുമ്പോൾ നമ്മൾ അതിന്റെ അത്ര എന്താ പറയാ ആക്ഷൻ എല്ലാ ഭാഗത്തും വരും. നമ്മളിപ്പോൾ ഒരാൾ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിന് മൊത്തത്തിൽ അതിന്റെ ആക്ഷൻ വരും. ഞാൻ വെച്ച് പോക്കറ്റഡ് ആകുമ്പോൾ അത് വരില്ല. എവിടെയാണോ പ്രഷർ വരുന്നത്, എവിടെയാണ് വെയിറ്റ് വരുന്നത് അവിടെ മാത്രം വർക്ക് ചെയ്യും. അതെ. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ബെഡിന്റെ ബോർഡർ സൈഡ് ബോർഡർ അടിക്കുന്ന ഫാബ്രിക്സ് ആണിത്. അതെ, അതിനുള്ള സൈഡ് ഭാഗം വന്നിട്ട് ഇത് നമ്മൾ ഓരോരോ സൈസിൽ ഇപ്പോൾ 8 ഇഞ്ച് തിക്നെസ് ഉള്ള ബെഡാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് ബെഡ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ടാപ്പേജിന് കൊടുക്കുന്നത്. ഇവിടെയാണ് തോന്നുന്നില്ല. അതെ, ഇത് ബോർഡർ കറക്ഷൻ, അതേമാതിരി ക്വിൽറ്റിംഗ് കറക്ഷൻ, അങ്ങനത്തെ എല്ലാ ഇതും ചെയ്യുന്നു. ഫോം വരുന്നുണ്ട്. ബോർഡർ ഫാബ്രിക് ആണെങ്കിലും നമ്മൾ ക്വിൽറ്റഡ് ആയിട്ടാണ് ബോർഡർ ഫാബ്രിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റിച്ചിങ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊരു സംശയം. അതിന് നമ്മളെ ഓൺ ക്വിൽറ്റിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ ഉണ്ടോ ക്വിൽറ്റിംഗ് മെഷീൻ ഉണ്ട്. ഇതാണ് ഫാബ്രിക് ഏരിയ അല്ലേ? അതെ, ക്വിൽറ്റിംഗ് സെക്ഷൻ തന്നെയാണ്. അതെ, ഇപ്പോൾ ഇതെല്ലാം കണ്ടറിയാം. നമുക്ക് ഓൾറെഡി ക്വിൽറ്റിംഗ് ചെയ്ത് വെച്ച ഫാബ്രിക്സ് ആണ് ഇതൊക്കെ എല്ലാം. ഒരുപാടുണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഒരു ബെഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. അതെ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞ ആരംഭം. ഒരു ഫാബ്രിക്കിലും അതിന്റെ ക്വിൽറ്റിംഗ് ഡിസൈനിലും ക്വിൽറ്റിന് ഉപയോഗിക്കുന്ന ഫോമിലും ഒക്കെയാണ് ഒരു ബെഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത്. അതിൽ ഞാൻ ഇവിടെ പല കളറിൽ ഇങ്ങനെ ഫാബ്രിക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 500 അബോവ് ഫാബ്രിക്സ് കളേഴ്സ് ഒക്കെ വെറൈറ്റീസും എല്ലാം നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ക്വിൽറ്റിംഗ് മെഷീൻ വരുന്നത്. ഇതിൽ ഓൾറെഡി 1000 മോഡൽസ് ഇൻബിൽറ്റ് മോഡൽസ് ഉണ്ട്. ക്വിൽറ്റിംഗിന്റെ സ്റ്റിച്ചിങ് മോഡൽസ് 1000 അബോവ് ഇൻബിൽറ്റ് മോഡൽസ് ഉണ്ട്. അതായത് ഈ സ്റ്റിച്ചിങ്ങിന്റെ ഡിസൈൻ ഇതിൽ മോഡലുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1000 മോഡൽസ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് ഓൺ ഡിസൈൻ ചെയ്യാനുള്ള സൗകര്യം മെഷീൻ ഉണ്ട്. അത്യാവശ്യം വലിയൊരു മെഷീൻ തന്നെയാണ്. അതെ, ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് മെഷീൻ ആണ്. ഓക്കെ, ഇവിടെയാണ് അതിന്റെ കൺസോൾ ഒക്കെ വരുന്നത്. ഇതാണ് സ്റ്റിച്ചിങ് ഏരിയ. ഇവിടെ കുറെ നൂലുകളൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇത് ടോപ്പ് ഭാഗം, പിന്നെ അടിയിൽ നൂലുകളൊക്കെ അങ്ങനെ ഉണ്ട്. അറ്റ് എ ടൈം ഏകദേശം ഒരു 80 കോണ് നൂലുകൾ ഒറ്റ ടൈം യൂസ് ആവുന്നുണ്ട്. ഇതിലാണ് നമ്മൾ എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതൊക്കെ അതിൽ ഇൻബിൽറ്റ് ഡിസൈൻസ് ആണ്. ഇതിങ്ങനെ ഡിസൈൻ സെറ്റ് ചെയ്താൽ ആ ഡിസൈനിൽ വരും. കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഓൾമോസ്റ്റ് 1000 അബോവ് ഡിസൈൻസ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ബെഡിന്റെ മേലെ ഒരു ശീല അങ്ങ് വിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്കി ഇത്രയും പ്രവർത്തനങ്ങളുണ്ടെന്ന് മനസ്സിലായില്ല. അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയല്ലേ അതില്? ഇതാണ് കിട്ടുക. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഈ നോൺ വോണും വരും, പിന്നെ ഈ ഫാബ്രിക്കും വരും. ഇതിനുണ്ട് ഒരു കുഷൻ. നമ്മൾ ഓൾമോസ്റ്റ് 30 mm വരെയാണ് ക്വിൽറ്റ് ചെയ്യുന്നത്. 30 mm ഫോം വെച്ചിട്ട് ക്വിൽറ്റ് ചെയ്യും. 16 ഡെൻസിറ്റി 23 ഡെൻസിറ്റി ഒക്കെയാണ് ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ കുൾട്ടിങ് ചെയ്യുന്ന ഫോമിൻ്റെ ഡെൻസിറ്റികളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷനിൽ നമ്മൾ ഓരോ മോഡലുകൾ കാണുമ്പോൾ ഇപ്പോൾ വരുന്ന ആളുകൾക്ക് ഇത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള കടന്നു നോക്കണമല്ലോ. ഓ അതെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിന് മേലെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതായത് ഇതിന്റെ പുറത്ത് ഫോം ഒന്നുമില്ല ഈ കാണുന്നത്. അതെ, ഇത് ഇതിന്റെ ബേസിക് പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ് എന്ന് പറഞ്ഞാൽ അതിൽ പോക്കറ്റഡ് സ്പ്രിംഗ് ആണിത്. ആണ്. ഇതിന്റെ മേലെ നമുക്ക് പലതും വരും. അതായത് ഫോം വെക്കണമെങ്കിൽ ഫോം വെക്കാം, ലാറ്റക്സ് വെക്കാം, അപ്പോൾ മെമ്മറി ഫോം വെക്കാം, അങ്ങനെ പല ഐറ്റംസ് ഇതിന്റെ മേലെ വെക്കാം. അപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കിക്കോളി, കിടന്ന് നോക്കിക്കോളി, ഇങ്ങനെ നോക്കിക്കോളി. കിടക്കാന്ന് പറഞ്ഞാൽ അതെ, ഇപ്പോൾ പോക്കറ്റ് സ്പ്രിംഗ് ഇതാ, ഇപ്പോൾ നിങ്ങൾ കിടക്കുന്ന ആ ഏരിയയിലല്ലാതെ വേറൊരു ഭാഗത്തും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇല്ല. അതിൻ്റെ സീറോ പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ്. അതായത് നമ്മളെ കൂടെ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇനി എത്ര ഇളകി മറിഞ്ഞാലും ആ ആൾക്ക് ഒപ്പം കിടക്കുന്ന ആൾക്ക് അത് ബെഡ് ഇളകുന്നത് ഫീൽ ചെയ്യില്ല. ഓക്കെ. അതായത് ഞാൻ ഇവിടുന്ന് എണീക്കുമ്പോൾ ഇവിടൊക്കെ ലെവലിലാണ് മാത്രം അതിന്റെ ആ ഒരു ഇമ്പാക്ട് വരുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ഫോം നോക്കിയാലോ? ഓ നോക്കാം. ഞാൻ വേറെ സ്പ്രിങ്ങിന്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലേ, ഇത് ബോണൽ സ്പ്രിങ്. സ്പ്രിങ്ങിൽ തന്നെ മറ്റൊരു ടൈപ്പ്. ഇതിലൊന്നും ഇരുന്ന് നോക്കി. ഇതിലിപ്പോ അല്ല, ഇതിന്റെ എല്ലാ സൈഡും അതിന്റെ ആ ഒരു ആക്ഷൻ. അതായത് ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അറിയും. അതെ അതെ. പക്ഷേ ഈ ബോണൽ സ്പ്രിങ്ങിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിങ്ങിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഡ്യൂറബിലിറ്റി ഒക്കെയാണ് കൂടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സ്പ്രിങ്ങിന്റെ സംഭവം ഇത് ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണല്ലോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാണോ? ഇത് നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. ഓൺ മാനുഫാക്ചറിംഗ് സ്പ്രിങ്, ബോണൽ സ്പ്രിങ് നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. അപ്പുറത്താണ്, റോഡിന്റെ അപ്പുറത്ത് ഒരു യൂണിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്പ്രിങ്ങിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. അതിൽ ബോണൽ സ്പ്രിങ്ങിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഒരു 75-60 ബോണൽ സ്പ്രിങ് കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്കൊരു 10 മിനിറ്റിൽ കംപ്ലീറ്റ് ഔട്ട്പുട്ട്. മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്, വൺ ഓഫ് കൈൻഡ് ഇൻ ഇന്ത്യയിലെ ഫസ്റ്റ് മെഷീനാണ് ആ മെഷീൻ. ഏഷ്യയിലെ മൂന്നാമത്തെ മെഷീനാണ്. അതാണ് ഈ മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇതല്ലാതെ വേറെ എന്തായിട്ടുള്ളത്? പിന്നെ നമുക്ക് വരുന്നത് ഫോം ബെഡുകളുണ്ട്, പിന്നെ കൊയർ കൂടെ കിടന്ന് നോക്കണം. കാരണം ഇന്നത്തോടെ നിങ്ങളെ വീട്ടിൽ വാങ്ങുന്ന ബെഡ് ഏതാണ് തീരുമാനിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് റീബോണ്ടഡ് ഫോം, അതായത് നമ്മളെ മെഡിക്കേറ്റഡ് ബെഡിലൊക്കെ ഏറ്റവും ക്രൂഷ്യലായിട്ട് യൂസ് ചെയ്യേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇത് ഫോമുകളുടെ സ്ക്രാപ്പ് വെച്ചിട്ട് റീഇൻഫോഴ്സ് റീബോണ്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ സാധാ ഫോമിന്റെ സ്ക്രാപ്പ് ആണെങ്കിൽ കൂടെ ഇതിന്റെ വാല്യൂ സാധാ ഫോമിനെക്കാട്ടി കൂടുതലാണ്. സാധാ ഫോം എങ്ങനെ പോയാലും ഇപ്പോൾ എത്ര 50 ഡെൻസിറ്റി 60 ഡെൻസിറ്റി ഫോം ആണെങ്കിലും അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. നമുക്ക് മെഡിക്കേറ്റഡ് ബെഡ് അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ബെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇതിപ്പോ ഒന്നെങ്കിലും ഇരുന്ന് നോക്കി ഒന്ന് എന്തായാലും നമ്മള് സ്പ്രിങ്ങുമലോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഇത് ഹാർഡായിരിക്കും. അതായത് 90 ഡെൻസിറ്റി ആണ് ഇതിന്റെ. ഇത് 90 ഡെൻസിറ്റി വരുന്ന പെപ്സ് കമ്പനി നിർമ്മിക്കുന്നതാണ് റീബോണ്ടഡ്. അതായത് നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്ന് കരുതി ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല അല്ലേ? ഇതിപ്പോ 4 ഇഞ്ചാണ് ഇതിന്റെ 4. ഇപ്പൊ ഒരു സാധാ ഫോം ഒരു 4 ഇഞ്ച് ആണെങ്കിലും ഒരു 4 ഒരുമിച്ച് വെക്കാം. ഇതിന്റെ ഒരു 4 ഇഞ്ച് ഷീറ്റ് കഴിയില്ല. നല്ല വെയിറ്റ് വരും. ഇപ്പോൾ 90 ഡെൻസിറ്റി ആണ്, അത്യാവശ്യം നല്ല വെയിറ്റ് വരും. നമുക്ക് ഈ കൊയർ ഒന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, ഇതാണ് കൊയർ. റബ്ബറൈസ്ഡ് കൊയർ. ഓക്കെ, അതായത് ഇതിനകത്ത് ഇപ്പൊ ഇതിമലൊന്നും കൂടെ ഒന്ന് നമുക്ക് കടന്നു നോക്കണം. ഇത് വെയിറ്റ് ഉള്ള മെറ്റീരിയലാണ്. സാധാരണ ഒരു ചകിരി എന്തായാലും ഇങ്ങനെ കുഷനിങ് ആവില്ല. ഇപ്പൊ ഇതിന്റെ സാധാരണ കൊയർ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടൂല. ഇത് റബ്ബറൈസ്ഡ് കൊയർ ആണ്. ലാറ്റക്സ് മിക്സ് ചെയ്ത് വരുന്ന റബ്ബറൈസ്ഡ് കൊയർ ആണ്. മെഡിക്കേറ്റഡ് തന്നെ ഇപ്പൊ റീബോണ്ടറിനെക്കാട്ടിയും കുറച്ചുകൂടി സോഫ്റ്റ് വരണം എന്നുള്ള ആൾക്കാർക്ക് കൊയർ യൂസ് ചെയ്യാം. കൊയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീബോണ്ടഡ് ഫോം വരുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ചെറിയൊരു ആക്ഷൻ, ചെറിയൊരു കംഫർട്ട്, ഒരു സോഫ്റ്റ്നെസ് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ബെഡിന്റെ അകത്ത് വരുന്നത്. പിന്നെ അഡീഷണൽ വരികയാണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ആണ്. ഇതിന്റെ മേലെ യൂസ് ചെയ്യുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോം വേണോ അല്ലെങ്കിൽ ലാറ്റക്സ് വേണോ, ഏത് ടൈപ്പ് നമുക്ക് ഇതിന്റെ മേലെ യൂസ് ചെയ്തിട്ട് ആണ് പിന്നെ ബെഡ് ഫിനിഷിങ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ കണ്ട എല്ലാ റോ മെറ്റീരിയൽസിലും ലക്ഷറി ആണ്. ഇത് ലാറ്റക്സ് 100% നാച്ചുറൽ
നമ്മൾ ഫോം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കെമിക്കൽസിലായിട്ട് ഫോം ഉണ്ടാക്കുക. അതിൻ്റെ കെമിക്കൽസ് ഇട്ടിട്ട് അത് എയറേറ്റ് ചെയ്തിട്ടാണ് ഫോം ഉണ്ടാക്കുന്നത്, സാധാ ഫോം. പക്ഷെ ഇത് ഫുള്ളി നാച്ചുറൽ. റബ്ബറിന്റെ പാൽ, ഒട്ടുപാൽ ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് ചില പ്രോസസ്സുകളൊക്കെ വെച്ച് ചെയ്യുന്നതാണ് ലാറ്റക്സ്, റബ്ബറിന്റെ ഫോം. എനിക്കത് കടന്നു നോക്കാൻ ആഗ്രഹം കൂടി. ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ സാധാ ഫോം പോലെ നല്ല സോഫ്റ്റും ആയിരിക്കില്ല, എന്നാൽ ഹാർഡും അല്ല. ലാറ്റക്സ് ആണ് എപ്പോഴും. ഇപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. ഡോക്ടേഴ്സ് വരെ നമുക്ക് ലാറ്റക്സിന്റെ ബെഡ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ ഒരു ഇന്നലെ വരെ ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഒരു കസ്റ്റമർ വന്നിരുന്നു. സീരിയസ്ലി ഞാൻ അപ്പോൾ അവര് മെഡിക്കൽ ഷോപ്പാണെന്ന് വിചാരിച്ച് കയറിയതാണെന്ന് വിചാരിച്ചു. പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ലാറ്റക്സ് ബെഡ് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഓർത്തോപെഡിക് അല്ലെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് ബെഡിലെ ഏറ്റവും പ്രീമിയം, ഏറ്റവും മേലെ പ്രീമിയം ടൈപ്പായിട്ട് വരുന്ന ലാറ്റക്സ് വരുന്നത്. ഓക്കെ അങ്ങനെ ബെഡിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിന്റെ രഹസ്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്പ്ലേ ഏരിയയിലേക്കാ അല്ലേ വരുന്നത്. ഒരു പ്രത്യേകത കൂടിയാണിത് ശരിക്കും പറഞ്ഞാൽ. ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഷോറൂം, നമ്മൾ അതുകൂടി കണ്ടിട്ടാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ശരിക്കും ഫാക്ടറി മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും എവിടെ ഒരു മെയിൻ റോഡ് കോഴിക്കോട് പാലക്കാട് ഹൈവേന് സൈഡിൽ തന്നെ നമ്മളിതിങ്ങനെ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാന്നുള്ള കാരണം തന്നെ മെയിൻ ഉദ്ദേശം തന്നെ ഇതായിരുന്നു. ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ കസ്റ്റമർക്ക് വന്ന് സെലക്ട് ചെയ്യാനും കാണാനും എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഷോറൂമാണ്. നമ്മളിപ്പോ കണ്ട ബെഡുകളൊക്കെ ഫൈനൽ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? കണ്ടുവന്ന ബെഡുകൾ ആ മെഡിക്കേറ്റഡ്. ഇപ്പൊ നമ്മള് ഇതിപ്പോ സിസിന്റെ ഹെൽത്തി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഹെൽത്തി സ്ലീപ്പ് ഇത് മെഡിക്കേറ്റഡ് ടൈപ്പാണ്. പക്ഷെ ഇതിലൊരു പ്രത്യേകത ഇത് ബാംബു ഫാബ്രിക് ആണ്. സാധാരണ നമ്മൾ ഫാബ്രിക്സ് അല്ലെങ്കിൽ തുണി ഉണ്ടാക്കുന്നത് കോട്ടൺ, പരുത്തി, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന തുണിയല്ല ഇത്. മുള ശരിക്കുള്ള ബാംബു. അതിന്റെ ഫൈബേഴ്സ് എടുത്തിട്ട് അത് കുറെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന നൂലാണ്. അതാണ് ഈ തുണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനൊരു 23,000 റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ MRP വരുന്നത്. MRP ആണ്. അതായത് ഇതിന്റെ കോസ്റ്റിനുള്ള വെർത്ത് ഇതിനുണ്ട്. ഇപ്പൊ മെഡിക്കേറ്റഡ് ആണെങ്കിൽ തന്നെ നമ്മൾ തന്നെ വേറെയും സെമി ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ടൈപ്പ് ബ്രാൻഡ്സ് നമുക്ക് തന്നെ ഇവിടെ പ്രൊഡക്ഷനിലെ വേറെ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പൊ സിസിലെ ഒരു പ്രീമിയം മോഡൽ എന്നുള്ള ആൾക്ക് ഇത് മെഡിക്കേറ്റഡ് ടൈപ്പിൽ ഏറ്റവും നല്ലൊരു പ്രീമിയം മോഡൽ നിൽക്കാണ് ഇതിന്റെ റേറ്റ്. നമുക്ക് 23,000 അബോവ് ഇതിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കസ്റ്റമേഴ്സിന് ഫാക്ടറിയിൽ വരികയെന്ന് വെച്ചാൽ അതിന്റെ പ്രൈസ് ഓഫ് കോഴ്സ് അതെന്തായാലും ഉണ്ടാവും, ഷുവർ ആയിട്ടുണ്ടാവും. ഇത് ഇപ്പൊ നമ്മളെ മിസ്റ്റർ കൊയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോഡൽ, അതായത് സിസ് പോലെ തന്നെ നമ്മളെ ഓൺ പ്രൊഡക്ഷൻ ആണ് മിസ്റ്റർ കൊയർ. വിച്ച് മീൻസ് അതൊരു സെമി ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ടൈപ്പ് 6.4 നീളം 5 അടി വീതി വരുന്ന ഒരു 8 ഇഞ്ച് മാട്രസിന് നമുക്കൊരു 14,000 രൂപ മുതൽ സ്റ്റാർട്ടിങ്. വിത്ത് മെമ്മറി, സൂപ്പർ സോഫ്റ്റ് ഫോം. മെഡിക്കേറ്റഡ് ആണ് വിത്ത് സോഫ്റ്റ്നെസ്. ഇത് നമുക്കൊരു 12,000 അല്ലെങ്കിൽ ആ റേഞ്ച് മുതലൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തന്നെ വേറൊരു ബ്രാൻഡാണ് ബൈസ് ബെഡിങ്. ഇത് നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന, അതായത് സെമി ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു എക്കണോമി ടൈപ്പിൽ വരുന്ന സ്പ്രിംഗ് മാട്രസ് ആണ് ബൈസ് ബെഡിങ്. ഇത് നമ്മൾ സിസിൽ വരുന്ന സ്പ്രിംഗ് മാട്രസിനെക്കാട്ടിയും എന്താ പറയുക കുറച്ചുകൂടി അഫോർഡബിൾ, കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ് സ്പ്രിംഗിൽ വരുന്നത്. ഇതിന് നമുക്കൊരു 14,000 അല്ലെങ്കിൽ 12,000 ഒക്കെ നമ്മളെ MRP റേഞ്ചസ് വരുന്നത്. ഞാൻ പ്രത്യേകം പറയാണ്, ഇവിടെ വന്ന് ചോദിച്ച് വാങ്ങണ പ്രൈസ് കുറക്കണമെങ്കിൽ ഡിസ്കൗണ്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ അവരെ ഹാപ്പി ആക്കാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. ഫാക്ടറിയിലാവുമ്പോൾ നമുക്ക് അത് ചെയ്ത് തരണം. ഓഫ് കോഴ്സ് അതിനാണ് നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഒരു ആശയം തന്നെ അതിൽ തന്നെയാണ്. കസ്റ്റമേഴ്സിന് മാക്സിമം ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കി വിടണം എന്നുള്ള. ഇതൊക്കെ നമ്മളെ സിസിൽ വരുന്ന സ്പ്രിംഗ് മാട്രസുകളാണ്. ഇതിനിപ്പോ നമ്മള് 27,000 ആണ് ഇതിന് റേറ്റ് വരുന്നത്. അതായത് 10 ഇയേഴ്സ് വാറണ്ടി വരും. 10 ഇയേഴ്സ് വാറണ്ടി വരും. ഇത് ഇതുപോലെ തന്നെ സിസിൽ വരുന്ന മെമ്മറി ഫോം ഉള്ള സ്പ്രിംഗ് മാട്രസ്. സ്പൈൻ സേഫ് എന്നാണ് നമ്മളതിന്റെ മോഡലിന്റെ പേര്. സ്പൈൻ സേഫ് സ്പ്രിംഗ് മാട്രസ് ആണ് വിത്ത് മെമ്മറി ഫോം. ഒരു മെഡിക്കേറ്റഡ് സ്പ്രിംഗ് മാട്രസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ 33,000 വരും. സ്പ്രിംഗ് മാട്രസ് വരുന്നത് MRP റേറ്റ് ആണ്. കസ്റ്റമേഴ്സിന്
ഈ കാണുന്നതാണെങ്കിലോ? ഇതും നമ്മളെ പോക്കറ്റ് സ്പ്രിങ്, നമ്മളിപ്പോൾ താഴെ കണ്ടു പോക്കറ്റ് സ്പ്രിങ്. ഇത് ബെഡായി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പോക്കറ്റ് സ്പ്രിങ്ങിൽ പില്ലോ ടോപ്പ് മോഡലാണ്. ഈ പില്ലോ ടോപ്പ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ലാറ്റക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലാറ്റക്സ് ആണ് സ്പ്രിങ്. ഇതിന്റെ പില്ലോ ടോപ്പിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ലാറ്റക്സ് ആണ്. അത് പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കേറ്റഡ് സ്പ്രിങ് എന്ന് വേണമെങ്കിൽ പറയാം. ലാറ്റക്സ് യൂസ് ചെയ്തിട്ട് പോക്കറ്റ് സ്പ്രിങ് ചെയ്യുന്നതാണ്. ഇതിന് എത്ര വരുന്നുണ്ട്? ഇതിന് നമുക്കൊരു 28,000. വീണ്ടും ഇതാണെങ്കിലോ? ഇത് പോക്കറ്റ് സ്പ്രിങ്ങിലെ യൂറോ ടോപ്പ്. ഇത് പില്ലോ ടോപ്പ്, ഇത് യൂറോ ടോപ്പ്. എന്താണ് മാറ്റം? വ്യത്യാസം വരുന്നത് ഇതിന്റെ ആ ഒരു ലെയറിങ്ങിലെ സെപ്പറേറ്റ് ഒരു പീസ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇത് ഇതിൽ തന്നെ വരുന്ന ഫിക്സ് ആയി. അതെ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 32 ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോം ആണ്. പോക്കറ്റ് സ്പ്രിങ് പ്ലസ് 32 ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോം യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ശരിക്കും ഒരു സോഫ വാങ്ങുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ ഒരു പീസാണ് അല്ലേ? അതാണ് പോലത്തെ ഇതാണ് വരുന്നത്. ഓക്കെ, ഇതാണെങ്കിലോ? ഇത് നമ്മൾ ആ സെയിം മോഡലാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത ഒരുപാട് മോഡൽ. ഒരു ബെഡൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ. ഇതെന്ത് തരം ബെഡാണ്? ഇത് ലാറ്റക്സ്, കംപ്ലീറ്റ് ലാറ്റക്സ് ബെഡ്. അതായത് ലാറ്റക്സിൽ തന്നെ സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യാതെ ലാറ്റക്സിൽ മെഡിക്കേറ്റഡ്, അതായത് കംപ്ലീറ്റ് മെഡിക്കേറ്റഡ് ലാറ്റക്സ് ബെഡ് എന്ന് ഇത് പറയാം. ഇതിൽ നമ്മൾ ഇതിന്റെ ഡിസൈൻ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന മാട്രസ് അല്ല. ലാറ്റക്സിന്റെ ഒരു മാട്രസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. നല്ല ഹൈ GSM ഉള്ള ഫാബ്രിക്സ് അതിൽ യൂസ് ചെയ്യാം. ഇതിന് മേൽഭാഗം ഇപ്പോൾ ഈ ബെഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബോർഡർ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ലാറ്റക്സ് ബെഡിന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് ക്വിൽറ്റിംഗ് ഇല്ലാതെ ചെയ്യുന്നതാണ് ലാറ്റക്സ് ബെഡിൽ. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഈ ഡീറ്റെയിൽ പറയുമ്പോൾ ആദ്യം തന്നെ ഫാക്ടറിയിൽ പോയി കാണിക്കാനുള്ള കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഈ ലാറ്റക്സ് എന്താണെന്നും അതിനകത്ത് വരുന്ന ഫോമുകളുടെ പേരൊക്കെ. ഇത് ലാറ്റക്സ് തന്നെ ആയിരിക്കും. ഇത് മെമ്മറി ഫോമിന്റെ പില്ലോസ് ആണ്. മെമ്മറി ഫോം മാത്രം. അതെ, മെമ്മറി ഫോമിന്റെ പില്ലോ ആണ്. ക്വിൽറ്റഡ് പില്ലോ. ഇത് നമ്മൾ മാത്രം ഒരു പ്രത്യേകതയാണ്. സെയിം ബെഡിന്റെ അതേ പാറ്റേൺ നമ്മൾ പില്ലോസും ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ലാറ്റക്സ് ബെഡ് ഒരു 6,500 ഒരു 22,000 മുതൽ സ്റ്റാർട്ടിങ് ചെയ്യാം. ഇതാവുമ്പോഴോ? ഇത് പോക്കറ്റ് സ്പ്രിങ്ങിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഒരു മോഡൽ ചെയ്തതാണ്. നമ്മൾ കാറ്റലോഗിലൊന്നും ഇല്ലാത്തൊരു മോഡൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് നമുക്ക് പില്ലോ ടോപ്പ് 4 ഇഞ്ച് മെമ്മറിയാണ് ഇതിൽ വരുന്നത്. 4 ഇഞ്ച് മെമ്മറി ഫോം വിത്ത് പോക്കറ്റ് സ്പ്രിംഗ്. അതായത് പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാത്രം താന്നു പോയി ലെവലാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഈ കാണുന്നത്. ഇതാകുമ്പോൾ പ്രൈസ് റേഞ്ച് എങ്ങനെ? ഇത് നമുക്കൊരു 54,000. ഇപ്പൊ ഈ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടത് വേണ്ട, നല്ല അഡ്ജസ്റ്റ്മെന്റ് ഇതിലുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാം. ഇതില് മെയിൻ ആയിട്ട് നമുക്ക് അതിനകത്ത് വരുന്നത് ഒരു ബെഡിനുണ്ടാവില്ല. നമ്മൾ ഇത് 4 ഇഞ്ച് പില്ലോ ടോപ്പിൽ 4 ഇഞ്ച് പില്ലോ ടോപ്പ് വരുന്നത്. അതിൽ 4 ഇഞ്ചും മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയും കംഫർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അതിന്റെ ആ ഒരു കംഫർട്ടും ഫീലും പ്രീമിയം ലെവലിൽ വരുന്ന സംഭവങ്ങളാണ്. ഇതിന് വേണ്ട ക്വിൽറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ ബെഡിന് വേണ്ട എല്ലാം ഉണ്ട്. ബെഡ്ഷീറ്റ്, എല്ലാം ഉണ്ട്. ബെഡ്ഷീറ്റുകൾ, ബേബി ബ്ലാങ്കറ്റ്സ്, അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും നമ്മൾ തന്നെ. പില്ലോസിന്റെ ഒക്കെ എല്ലാതും അതെ ഓൺ ബ്രാൻഡിലാണ് അതൊന്നും ചെയ്യുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് നമ്മളെ ഈ ഒരു ഡിസ്പ്ലേ ഫാക്ടറി ഒക്കെ നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചതെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഡിസ്കൗണ്ട് കിട്ടും. ചിലരൊക്കെ നമ്മളെ റേറ്റ് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. ഞെട്ടേ വേണ്ട, നല്ല ഡിസ്കൗണ്ട്. അപ്രതീക്ഷകൾ ഒരിക്കലും നമ്മൾ അവരെ ഡിസപ്പോയിൻമെന്റ് ചെയ്യൂല ഒരിക്കലും. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫാക്ടറിയുടെ കൂടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോറൂമും കൂടി സെറ്റപ്പ് ചെയ്യാൻ തന്നെ കാരണം അതാണ്. ആ ഒരു കസ്റ്റമറുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എന്തായാലും ഒരു ഫാക്ടറി അതിൻ്റെ കൂടുതൽ ഔട്ട്ലെറ്റിൽ അതിന് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള അവർക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതൊരിക്കലും ഡിസപ്പോയിൻമെന്റ് നമ്മൾ ചെയ്യൂല. വന്ന് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് സാധാരണ രീതിയിൽ ഒരു ഷോപ്പിൽ പോയ ഒരു ഡിസ്പ്ലേ ഷോറൂമുകൾ കാണും. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ റൂം അതൊരു ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. അതെന്താ ഇവിടെ ഒരു ആരെങ്കിലും പ്രൈവറ്റ് ബെഡ്റൂം ആണോ എന്നുള്ളത്. പക്ഷെ നമ്മളൊരു ബെഡ് ഏത് ബെഡിന്റെ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും ലാമിനേഷൻ, പ്ലാസ്റ്റിക് ലാമിനേഷൻ കവർ ചെയ്തിട്ട് ബെഡിന് ഒരിക്കലും അതിന്റെ ഫീല് കസ്റ്റമറിന് എന്തായാലും തൊട്ടറിയാനോ ഇരുന്നറിയാനോ പറ്റില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഫിനിഷ്ഡ് ബെഡിൽ കടന്നു നോക്കിയാൽ വീട്ടിലെത്തിയിട്ട് അതിൽ കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത്
പോകാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്പീരിയൻസ് സെന്റർ. എക്സ്പീരിയൻസ് സെന്റർ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മൊത്തം ബെഡ് സെറ്റപ്പ്, ബെഡ്റൂം, ബെഡിങ് എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ട് ഇതില് ഇരുന്നും നമ്മൾ കസ്റ്റമർ വന്നാൽ ഇതില് ഇരുന്ന് നോക്കിക്കോളി, കടന്നു നോക്കിക്കോളി. എങ്ങനെയാണ് നമുക്കിതിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. സെപ്പറേറ്റ് മോഡലുകളാണ്. മെഡിക്കേറ്റഡ് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, പോക്കറ്റഡ് സ്പ്രിംഗ് ഉണ്ട്, എല്ലാ മോഡലുകളും ഉണ്ട്. ഇരുന്ന് നോക്കുക, കടന്നു നോക്കുക, അതിനാണ് എല്ലാ സെറ്റും ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് വളരെ നല്ലൊരു ഐഡിയ ഉണ്ടോ. സാധാരണ ബെഡിന്റെ ഒരു ഷോപ്പിൽ ഏതായാലും പോസിബിൾ അല്ല, നമുക്ക് പാക്കറ്റ് കവറൊന്നും പൊട്ടിച്ച് നോക്കാൻ സമ്മതിക്കൂല, നടക്കൂല. അപ്പൊ ഓരോന്നിനും ഓരോ ഫീലാണ്. ശരിയാണ്, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ബെഡ് നമുക്ക് വേണമെന്ന് ചൂസ് ചെയ്യാം. ഇപ്പോ ഒരു മെഡിക്കേറ്റഡ് ആണ്, പോക്കറ്റ് സ്പ്രിംഗ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോമൺ പബ്ലിക്കിന് അത് എന്താണെന്നുള്ള മനസ്സിലാവില്ല. ആ പേര് കേട്ടിട്ട് ഇങ്ങനെ പോവാന്നല്ലാതെ അത് എന്താണ് പോക്കറ്റ് സ്പ്രിംഗ്, ഇരുന്ന് നോയിക്കോളി, കിടന്നു നോയിക്കോളി, ആ ഫീൽ ചെയ്തിട്ട് ഉറപ്പിച്ചാൽ മതി. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഐഡിയക്ക് ഒരു പ്രത്യേക സല്യൂട്ട്. താങ്ക് യു. നമ്മളിങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ബെഡ് ഏതെങ്കിലുമൊക്കെ വാങ്ങിയാൽ പോലെ അത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കോമൺ ആളുടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വല്ലാതെ ഇതിപ്പോൾ ആരുടെയും കുറ്റമൊന്നുമല്ല, നോളജ് കുറവായിരിക്കും പൊതുവെ ജനങ്ങൾക്ക് ബെഡിനെ പറ്റി. അല്ലെങ്കിൽ അതിൽ കിടക്കുക എന്നല്ലാതെ അതിന് എവിടുന്ന് വന്നു, ഇത് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ചിന്തിക്കൂല ആൾക്കാരും. ഞാനും ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നൊരു ഉറപ്പ്, നമ്മളെ കയ്യിലുള്ളൊരു സാധനം അവരെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിലാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, നമ്മളൊരു ബെഡിന് നല്ല ഉറക്കത്തിന് വേണ്ടി, നല്ലൊരു ബെഡിന് വേണ്ടി ചിലവാക്കുന്ന ഒരു പൈസ ഒരിക്കലും ഒരു എക്സ്പെൻസ് ആവില്ല. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കൂട്ടണം. കാരണം നമ്മളെല്ലാ ഒരു ബിസി ലൈഫിൽ എല്ലാം കഴിഞ്ഞ് എല്ലാം ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു ബെഡ്റൂമിലേക്ക് വന്ന് കിടക്കുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യണം. ആ ടൈമിൽ കിടക്കാൻ സുഖമില്ലെങ്കിൽ പിന്നെ പോയില്ലേ. അപ്പോൾ ഒരിക്കലും ഒരു എക്സ്പെൻസ് ആയിട്ട് കാണരുത്. ഒരു പ്രീമിയം മാട്രസ് അല്ലെങ്കിൽ നല്ല സുഖത്തിൽ കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ താങ്ക് യു വെരി മച്ച്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് വിളിക്കും, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ താങ്ക് യു വെരി മച്ച്.